ഹലോ, അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്രയുടെ മൂന്നാമത്തെ പാർട്ട് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രൂവ് ദാറ്റ് ദി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? നോക്കിയേ, ഫസ്റ്റ് ടേം 1/3 ആണ്. x1 ഈക്വൽ ടു 1/3. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 1/6. d ഈക്വൽ ടു 1/6. ഇവിടെ നോക്കിയടാ, ഫസ്റ്റ് ടേം 1/3യും കോമൺ ഡിഫറൻസ് 1/6ഉമായിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ സമാന്തര ശ്രേണിയിലെ എല്ലാ നാച്ചുറൽ നമ്പറും കാണുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എടാ, ഇവിടെ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എണ്ണൽ സംഖ്യകളും. അത് ഏതൊക്കെ വരുമെടാ? അത് ഏതൊക്കെ വരും? 1, 2, 3, 4, എക്സെട്ര. ഇവന്മാരാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇവന്മാരെല്ലാവരും ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേമുകളാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാം. നോക്കിയേ, xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d ഈക്വൽ ടു d. നോക്കിയേ, 1/6 n പ്ലസ് f 1/3 മൈനസ് 1/6 ഈക്വൽ ടു 1/6 n പ്ലസ് 1/3 മൈനസ് 1/6 ചെയ്താൽ 6 × 1 6. ഞാൻ അത് ഇവിടെ നിന്ന് ചെയ്ത് കാണിക്കാം. 6 × 1 6 മൈനസ് 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 6 18 ഈക്വൽ ടു 1/6 n പ്ലസ് 6 മൈനസ് 3 3/18. ഇതിനെ നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ xn ഈക്വൽ ടു 1/6 n പ്ലസ് 1/6 എന്ന് എഴുതാം. ഓക്കെ, 3/8നെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/6 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു 1/6 ഉണ്ട്, ഇവിടെയും 1/6 ഉണ്ട്. നമുക്ക് 1/6നെ കോമൺ എടുക്കാം. xn ഈക്വൽ ടു 1/6 ഇൻറ്റു ഇവിടെ നിന്ന് 1/6 എടുത്താൽ ബാക്കി n ഉണ്ട്. n പ്ലസ് 1/6 1/6 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൾജിബ്രൈക് ഫോം നോക്കിയടാ, 1/6 ഇൻറ്റു n പ്ലസ് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഈ 1ഉം 2ഉം 3ഉം 4 ഒക്കെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, അല്ലേ? അതിന് വേണ്ടിയിട്ട് ഈ ആൾജിബ്രൈക് ഫോമിൽ നമുക്ക് ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടേം 1/3 ആണ്. അപ്പോൾ 1/3 എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണ്. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഈ xn എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇല്ലടാ, ഇതിൽ നമ്മൾ ഈ x1 കൊടുത്തപ്പോൾ എന്നിന് പകരം 1 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/6 ഇൻറ്റു 1 പ്ലസ് 1 ഈക്വൽ ടു 1/6 ഇൻറ്റു 1 പ്ലസ് 1 2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടും. ഇവിടെ നോക്കിയടാ, ഈ ഇക്വേഷനിൽ നമ്മൾ എന്നിന് 1 കൊടുത്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും ഈ നമ്പറുകൾ കിട്ടുവാന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 1ഉം 2ഉം 3ഉം 4 ഒക്കെ എന്താണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഈ നാച്ചുറൽ നമ്പറൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ നോക്കിയോണേ. ആദ്യം നമുക്ക് 1 ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ടാകുന്ന നോക്കാം. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ നോക്കിയോണേ. ഞാൻ ഈ ആൾജിബ്രൈക് ഫോം എടുക്കുവാണേ. 1/6 ഇൻറ്റു n പ്ലസ് 1 ഈക്വൽ ടു 1 എന്നും പറഞ്ഞെടുക്കുവാണേ. 1 ഒരു
1 ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ടാകുന്ന നോക്കുന്നതിന് വേണ്ടിയിട്ട് ആൾജിബ്രൈക് ഫോം ഈക്വൽ ടു 1 എന്നും പറഞ്ഞെടുത്ത്. അപ്പോൾ നോക്കിയടാ, ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. n പ്ലസ് എന്ത് വരുവാടാ, n പ്ലസ് 1 ഈക്വൽ ടു ഇത് ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 6നെ ഞാൻ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ 6 × 1 ഇവിടെ 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ n എന്ത് കിട്ടും, n ഈക്വൽ ടു 6 മൈനസ് 1 ഈക്വൽ ടു 5. നോക്കിയടാ, എന്നിൻ്റെ വാല്യൂ എനിക്ക് 5 കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ ഇവിടെ നോക്കിയേ 5 എന്ന് പറയുന്നത് എന്താടാ, ഒരു നാച്ചുറൽ നമ്പറാണ് നമുക്ക് കിട്ടിയത്. എന്നിൻ്റെ വാല്യൂ നാച്ചുറൽ നമ്പർ കിട്ടി, 5 എന്ന് കിട്ടി. അപ്പം നമുക്ക് പറയാം 1 എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 5ാമത്തെ ടേമാണ്. 1 എത്രാമത്തെ ടേമാടാ, 5ാമത്തെ ടേമാണ്. അപ്പം നമുക്ക് ഇത് ഇക്വേഷനിൽ 5 എന്ന് കൊടുത്തു നോക്കാം. x5 കണ്ടുപിടിച്ച് നോക്കാം. x5 നോക്കാം എന്ത് കിട്ടുമോ നോക്കാം. 1/6 ഇൻറ്റു എന്നിന് പകരം നമ്മൾ 5 കൊടുക്കുവാണ്, 5 + 1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുവാടാ, 5 + 1 6. 6 / 6 ഈക്വൽ ടു 1. നോക്കിയേ, 5ാമത്തെ ടേം നമുക്ക് 1 എന്ന് കിട്ടി. അപ്പം നമുക്ക് പറയാം ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേമാണ് നമ്മുടെ 1 എന്താണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേമാണ്. ഇനി അടുത്ത് നമുക്ക് 2 ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാം. 2 ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോണ നോക്കിക്കോണേ, ആൾജിബ്രൈക് ഫോം എടുക്കാം. 1/6 ഇൻറ്റു n പ്ലസ് 1. ഇത് ഞാൻ ഈക്വൽ ടു 2 എന്ന് എടുക്കുവാണേ. അപ്പം നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടും. n പ്ലസ് 1 ഈക്വൽ ടു ഇത് ഈ 6നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 6 × 2 12 എന്ന് വരും. എന്നിൻ്റെ വാല്യൂ എന്ത് വരുവാടാ, n ഈക്വൽ ടു 12 - 1 ഈക്വൽ ടു 11. നോക്കിയടാ, എന്നിൻ്റെ വാല്യൂ 11 എന്ന് കിട്ടി. അപ്പം നമുക്ക് പറയാം 11ാമത്തെ ടേമാണ്, 11ാമത്തെ പദമാണ് നമ്മുടെ 2. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, x11 ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് എന്നിന് പകരം 11 കൊടുക്കാം. അപ്പോൾ എന്ത് വരും, 1/6 ഇൻറ്റു 11 + 1 ഈക്വൽ ടു 1/6 ഇൻറ്റു 11 + 1 എന്താടാ, 12 ആണ്. ഇവിടെ നോക്കിയാൽ 12 / 6 2 അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് 11ാമത്തെ ടേം 2 ആണ്. അപ്പോൾ 2 എന്താടാ, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേമാണ്, 11ാമത്തെ ടേമാണ്. ഇനി 3 ടേം ആണോ എന്ന് നോക്കാം. 3 ഈ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ടാകുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് ആൾജിബ്രൈക് ഫോം 1/6 ഇൻറ്റു n + 1 ഈക്വൽ ടു 3 എന്നും പറഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിവിടെ എന്നിൻ്റെ വാല്യൂ കിട്ടത്തില്ലേ, n + 1 ഈക്വൽ ടു 6 × 3 18. n ഈക്വൽ ടു 18 - 1 ഈക്വൽ ടു 17. നോക്കിയേ, എന്നിൻ്റെ വാല്യൂ 17 എന്ന് കിട്ടി. അപ്പം നമുക്ക് പറയാം 17ാമത്തെ ടേമാണ് 3. അപ്പോൾ 3 എന്താടാ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേമാണ്. ഇനി 4 നമുക്ക് ടേമാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/6 ഇൻറ്റു n + 1 ഈക്വൽ ടു 4 എന്നെടുക്കാം. എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടും, n + 1 ഈക്വൽ ടു 6 × 4 24 എന്ന് കിട്ടും. n ഈക്വൽ ടു 24 - 1 ഈക്വൽ ടു 23. നോക്കിയടാ, എന്നിൻ്റെ വാല്യൂ 23 എന്ന് കിട്ടി. അപ്പം നമുക്ക് പറയാം 23ാമത്തെ ടേമാണ് 4. ഇവിടെ നോക്കിയടാ, 1 2 3 4 ഇവന്മാരൊക്കെ എന്താടാ, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേമാണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞുള്ള എല്ലാ നാച്ചുറൽ നമ്പറും 5ഉം 6ഉം 7ഉം അങ്ങനെ പോകുന്ന എല്ലാ നാച്ചുറൽ നമ്പറും എല്ലാ എണ്ണൽ സംഖ്യകളും ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് എന്നിന് 23 എന്ന് കിട്ടി, ഇവിടെ നമുക്ക് n 17 എന്ന് കിട്ടി, ഇവിടെ n 11, ഇവിടെ n 5 എന്നൊക്കെ കിട്ടി. ഇതൊക്കെ എന്താണ്, നാച്ചുറൽ നമ്പർ അല്ലേ. ഇനി നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആ ഓരോ നമ്പറും നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേമാണ്, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി എന്നിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് പോയിന്റ് വരുന്ന നമ്പറൊക്കെയാണ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ നമ്പറുകളൊന്നും ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ നമ്പറുകളൊന്നും ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേമുകളല്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ.